മധ്യപ്രദേശിലെ ഭോപ്പാലിലെ അവാദ്പുരിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം. അവിടെയായിരുന്നു കാജൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നത്. 34 വയസ്സായിരുന്നു കേട്ടോ അവരുടെ പ്രായം. അവർ വല്ലാത്തൊരു ഡിപ്രഷനിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ആരോടും സംസാരിക്കുന്നില്ല, മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്, ജോലിക്കൊന്നും പോകുന്നില്ല. അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരെന്ത് ചോദിച്ചിട്ടും അവരൊന്നും തന്നെ പറയുന്നില്ല. ജീവിതത്തിനോടുള്ളൊരു ആഗ്രഹം തന്നെ അവരുടെ കഴിഞ്ഞൊരു ഘട്ടത്തിലായിരുന്നു അവരുണ്ടായത്. അതായത് എല്ലാം കൈവിട്ടു പോയൊരവസ്ഥ. അവരുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് അന്വേഷിക്കാനായിട്ട് എത്രത്തോളം ശ്രമിച്ചിട്ടും അവർക്കാർക്കും തന്നെ ആ ഒരു മിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാജൽ തൻ്റെ ധൈര്യം എല്ലാം സംഭരിച്ചിട്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് തൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർക്ക് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ പാരൻസിൻ്റെ അടുത്തും മറ്റും പറഞ്ഞു. അപ്പോൾ അവർക്കത് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ സാധിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് അവരുടെ മകളെ കൊണ്ടുപോകാനായിരുന്നു അവർ തീരുമാനിച്ചത്. അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് സെഷനിൽ അവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അവരുടെ ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് അവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കാജലിന് എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു എല്ലാവരും നടുങ്ങാനുണ്ടായ ഒരു കാരണം? എന്തൊരു കേസ് രജിസ്റ്റർ ചെയ്യാനായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത്? 2025 നോർത്ത് ഇന്ത്യയെ തന്നെ നടുക്കിയ, എസ്പെഷ്യലി പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് കരുതുന്ന എല്ലാവരെയും ഭയത്തിലാക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും ഏകദേശം 1 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ബാങ്കിൽ ക്ലറിക്കൽ ജോബും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതം അത്ര സുഖത്തിലായിരുന്നില്ല പോയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ ഹസ്ബൻഡും അവരും ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അവസാനം 2024 അവർ രണ്ടുപേരും ഡിവോഴ്സ് ആവുകയും ചെയ്തു. തൻ്റെ ആ ഒരു വിവാഹ ജീവിതം തകർന്നതൊന്നും അല്ലായിരുന്നു കേട്ടോ അവരുടെ ഡിപ്രഷൻ്റെ കാരണം. ആ ഒരു വിവാഹ ജീവിതവും അതേപോലെ തന്നെ ആ ഒരു ഡിവോഴ്സും ഒക്കെ അവരെ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ ഒരു ധൈര്യം കൈവിടാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അവർ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, തൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെയായിരുന്നു ആ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, തനിക്കൊരു പാർട്ട്ണർ വേണം എന്നുള്ളതിനെക്കുറിച്ച് അവർ വീണ്ടും ചിന്തിക്കുന്നതും അതേപോലെ തന്നെ shaadi.com പോലുള്ള മാട്രിമോണി സൈറ്റുകളിൽ അവരവരുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു മാട്രിമോണി സൈറ്റ് ത്രൂ അവിനാഷ് പ്രജാപതി എന്ന് പറയുന്ന ഒരാളെ ഇവർ പരിചയപ്പെടുകയാണ്. അയാളുടെ വിവാഹം കഴിഞ്ഞ ഇതേപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആളുടെ വീട്ടിലുണ്ടായിരുന്നത് ആളുടെ അമ്മയും അതേപോലെ തന്നെ 5 വയസ്സുള്ളൊരു മകനുമായിരുന്നു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കണം, പിന്നെ തനിക്കൊരു പാർട്ട്ണർ വേണം, അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോഴാണ് ആൾ ഇതേപോലെ തന്നെ മാട്രിമോണി സൈറ്റിൽ ഈ ഒരു കാജലിൻ്റെ പ്രൊഫൈൽ കാണുന്നതും അതേപോലെ തന്നെ അവർ തമ്മിൽ കണക്റ്റ് ആകുന്നതും. അങ്ങനെ അവിനാഷ് തൻ്റെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ കാജലുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. കാജലാണെന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു അവിനാഷുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അവസാനം ഇവർ രണ്ടുപേരും സംസാരിച്ച് ഓക്കെ, രണ്ടുപേർക്കും ഓക്കെ ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ എത്തുകയായിരുന്നു. കാജൽ നോക്കുമ്പോൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന, ആവശ്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ ഒരാളാണ് ഈ ഒരു അവിനാഷ്. സോ ആളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ സ്വാഭാവികമായിട്ടും തോന്നുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വിവാഹ ജീവിതം പരാജയപ്പെട്ടെങ്കിലും ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു അവർക്ക് ഉണ്ടായത്. അപ്പോൾ പുതിയൊരു നല്ലൊരു ജീവിതം അവർ സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. പതിയെ ഒരു അവിനാഷുമായിട്ട് അവർ പ്രണയത്തിലാവുകയായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ അവിനാഷ് ഇടയ്ക്ക് കാജലിൻ്റെ വീട്ടിലോട്ടും വരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാജലാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് അവിനാഷിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും കാര്യങ്ങളും പിന്നെയും സ്ട്രോങ് ആവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഒരു അവിനാഷ് കാജലിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും പരിചയപ്പെട്ടു, ഇത്രയൊക്കെ ആയി, നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാജൽ ആകെപ്പാടെ ഹാപ്പി ആവുകയാണ്. അപ്പോൾ ഇതായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത്. കഴിഞ്ഞ ഒരു ബന്ധത്തിലുള്ളതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലൊരു വ്യക്തിയാണ് ഈ ഒരു അവിനാഷ് എന്നുള്ളൊരു തോട്ടിൽ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ പീക്കിലായിരുന്നു ആ ഒരു സമയത്ത് അവർ നിൽക്കുന്നുണ്ടായത്. ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിനാഷ് കാജലിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ആളുടെ ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് സ്റ്റീലിൻ്റെ ബിസിനസ് ആയിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അതിന് കുറച്ച് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കാശ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു തരത്തിൽ ആൾ കാജലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളാണ്,
നാളെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പൈസയും കാര്യങ്ങളും എല്ലാം നീ തന്നെ അനുഭവിക്കേണ്ടത് കൂടിയിട്ടാണ്. സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടൈറ്റാണ്, കുറച്ച് പൈസ തന്ന് സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ കുറച്ച് കളയുമ്പോഴത്തേനും നമുക്ക് കല്യാണമൊക്കെ കഴിക്കാം, നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുകയായിരുന്നു. സത്യത്തിൽ നമ്മൾ ഇവിടെ വെച്ച് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം കൊടുത്തു, അതിനുശേഷം പൈസ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഫ്രോഡ് തരം നമ്മൾ മണക്കേണ്ടതാണല്ലോ. എന്നാൽ ഇവർ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നുണ്ടെങ്കിലും ആളുടെ ആ ഒരു മോഹന വാഗ്ദാനങ്ങളിലും അതേപോലെ തന്നെ ആ ഒരു ചാമിലും അവർ വീണ് പോവാണ്. അവരുടെ സേവിങ്സും കാര്യങ്ങളും, അതായത് ഇത്രയും വർഷം അവർ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ എല്ലാം എടുത്തുകയായിട്ട് ഈ ഒരു അവിനാശിന് കൊടുക്കുകയാണ്. പോരാത്തതിന് അവരുടെ പേരിൽ ലോൺ എടുത്തിട്ടുള്ള പൈസയും ഈ ഒരു അവിനാശിന് കൊടുത്തു. ഇതൊന്നും പോരാത്തതിന് ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ വില വരുന്ന അവരുടെ ഗോൾഡും കൂടെയും അവിനാശിന് കൊടുക്കുകയാണ്. അറൗണ്ട് ഒരു 40 ലക്ഷത്തോളം രൂപയും അതേപോലെ തന്നെ ഈ ഒരു ഗോൾഡും അവർ ഈ ഒരു അവിനാശിന് കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവിനാശ് പറയുകയാണ് തൻ്റെ അമ്മയ്ക്ക് ഈ ഒരു കാജലിനെ കാണാനായിട്ട് ആഗ്രഹമുണ്ട്, അപ്പോൾ അമ്മ വീട്ടിലോട്ട് വരും, എന്തായാലും അങ്ങോട്ട് വരാനായിട്ട് പറയുകയാണ്. ഇത് കേട്ട് കാജൽ ആകെപ്പാടെ ഹാപ്പിയായി. അവസാനം ആളുടെ അമ്മയെ മീറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് കല്യാണമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അന്നത്തെ ദിവസം ഈ ഒരു കാജൽ നേരെ ആളുടെ വീട്ടിലോട്ട് എത്തിയത്. അവിടെ എത്തി കാജൽ ഈ ഒരു അവിനാശിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുടിക്കാനായിട്ട് അവർക്ക് ഒരു ജ്യൂസ് കൊടുക്കുകയാണ്. ആ ഒരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് അവർക്ക് തലക്കൊരു കനം തോന്നുകയാണ്. അതിനിടയിൽ അവിനാശ് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് മുറിയിലോട്ട് പോവുകയാണ്. ആ ഒരു മുറിയിലെത്തി ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ കോൺഷ്യസ്നെസ് പോവുകയാണ്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവിനാശ് അവരെ റേപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധം വന്നു. എന്താണ് നടന്നതെന്നൊന്നും അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു താൻ ട്രസ്റ്റ് ചെയ്തായിരിക്കും എന്നുള്ളത്. അതിനുശേഷം അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നീട് അവിനാശ് അവരെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, അതേപോലെ തന്നെ അവർ ചോദിക്കുന്നതിനൊന്നും മറുപടിയില്ല, കല്യാണത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് യാതൊരു റെസ്പോൺസും ഇല്ല. പൂർണ്ണമായിട്ടും ഈ ഒരു അവിനാശ് ആ സ്ത്രീയെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ആ ഒരു സമയത്താണ് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവിനാശ് ഈ ഒരു കാജലിൻ്റെ അടുത്ത് പറയുന്നത്. ഈ വിവാഹത്തിന് ആൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു അത്. ഇത്രയും കാലം തൻ്റെ അടുത്ത് ഇത്രയും വാഗ്ദാനങ്ങളൊക്കെ തന്ന് അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ നിന്നൊരാൾ പെട്ടെന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അത് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും അവർ വിചാരിച്ചു തനിക്ക് വിധിച്ചിട്ടുള്ളത് ഇതായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ ആ ഒരു 40 ലക്ഷത്തിനെ കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ കല്യാണമൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഗോൾഡും പൈസയും തിരിച്ചു തരാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു അവിനാശ് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 40 ലക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ ഗോൾഡിൻ്റെയും ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിനാശ് തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഒരു വീഡിയോ കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു അവിനാശിൻ്റെ വീട്ടിൽ പോയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടന്നിരുന്ന സമയത്ത് ഇയാൾ ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തു വിടും എന്നുള്ളൊരു രീതിയിലൊരു ഭീഷണിപ്പെടുത്തലായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരു പിടിയും ഉണ്ടായില്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് ആരാണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. അത് ഈ ഒരു അവിനാശിൻ്റെ അമ്മയായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു. യെസ്, ഇയാൾ ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നത് അവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണിച്ചിട്ടായിരുന്നു ഈ ഒരു കാജലിനെ അവർ ഭീഷണിപ്പെടുത്തിയത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചത് കൊണ്ടാണ് അവർ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ടായത്. അതായത് അവർക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയായി, അതേപോലെ തന്നെ അവരുടെ മാനം പോകുമെന്നുള്ളൊരു സ്ഥിതിയായി. ഇതൊക്കെ ആരുടെ അടുത്തും പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ കുറേ നാൾ ആ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് അവസാനം എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചിട്ടാണ് തൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഈ ഒരു കഥ പറയുന്നത്. അതിനുശേഷമാണ് പാരൻസ് നേരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതും ആ ഒരു കൗൺസിലറുടെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നതും പിന്നീട് അവർക്കൊരു ചിന്ത ഉണ്ടാവുന്നതും. ആ ഒരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പോയി, അതേപോലെ തന്നെ വേറെയും ഒരുപാടധികം സ്ത്രീകൾ ഈ ഒരു അവിനാശ് പറ്റിക്കില്ലേ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾ ബാധിക്കപ്പെടില്ലേ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് അവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതും ഇതേപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴാണ് വേറൊരു കാര്യം കൂടെ പോലീസുകാരുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഇത് ഈ ഒരു അവിനാഷിനെതിരെയുള്ള ആദ്യത്തെ കംപ്ലൈൻ്റ് അല്ല, ഇത് രണ്ടാമത്തെ കംപ്ലൈൻ്റ് ആയിരുന്നു. യെസ്, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന അതിഥി എന്ന് പറയുന്ന സ്ത്രീയും സിമിലർ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ഇയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തൊന്നും ഏകദേശം ഇത്ര തന്നെ പൈസ അയാൾ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവരെയും ഇതേപോലെ തന്നെ മാട്രിമോണി സൈറ്റിൽ നിന്നായിരുന്നു ഇയാൾ പരിചയപ്പെട്ടത്. പിന്നീട് ഇതേപോലെ തന്നെ പരിചയം നടിക്കുകയായിരുന്നു. പിന്നെ അമ്മ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വിളിപ്പിക്കുകയായിരുന്നു. സെയിം മോഡ് ഓഫ് ഓപ്പറാൻഡി ആയിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ. യെസ്, കറക്റ്റായിട്ട് പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ആള് ഇത്തരത്തിലുള്ള ക്രൈമുകളെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു 2 കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ ഉടനെ തന്നെ പോലീസുകാർ ആളെ ട്രാക്ക് ചെയ്യാണ്. അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യമൊക്കെ ആളൊന്നും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും പിന്നീടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിൽ ആൾ നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഇത് കേട്ട് പോലീസുകാർ തന്നെ ഷോക്കായി പോയി. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നൊരു നിലയിലായിരുന്നു അയാൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത്. മധ്യപ്രദേശിലെ നരസിംഗ്പൂറാണ് ഈ ഒരു അവിനാഷ് പ്രജാപതി ജനിച്ചു വളർന്നത്. ആള് ഒരു എഞ്ചിനീയർ ആയിരുന്നു. അത്യാവശ്യം കോൺട്രാക്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യാറുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ്റെ. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വേണ്ടുന്ന റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആൾ സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ആളുടെ ബിസിനസ് ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവിനാശിന് വിവാഹപ്രായമെത്തി. വീട്ടുകാരൊക്കെ ഒരു കല്യാണം ആലോചിക്കുകയാണ്. അങ്ങനെ ആളുടെ കല്യാണം കഴിയുകയും ചെയ്തു. ആദ്യമൊക്കെ ആ ഒരു ലൈഫ് വളരെ സ്മൂത്തായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നതെന്നുണ്ടെങ്കിലും പിന്നീട് അവർക്കിടയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അവസാനം അത് ഒരു ഡിവോഴ്സിലെത്തുകയും ചെയ്തു. ആ ഒരു ഡിവോഴ്സിന് ശേഷം ആൾ കൂടുതലായിട്ട് ആളിലോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകാനും തൻ്റെ ഫിറ്റ്നസ് നോക്കാനും ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ടൊക്കെ തുടങ്ങി. അതേപോലെ തന്നെ കാറിനോടും ബൈക്കിനോടൊക്കെ ആൾക്ക് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല കാറുകൾ വാങ്ങുക, ബൈക്കുകൾ വാങ്ങുക എന്നൊക്കെ ഉള്ളത് ആളുടെ ഡ്രീമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ തന്നെ ആൾ നല്ല രീതിയിൽ ഫണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വണ്ടികളൊക്കെ മാറ്റാറുള്ള ഒരാളുകൂടെ ആയിരുന്നു. സോ അത്തരത്തിൽ ആൾ ഒരു പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ ഷോറൂമിൽ പോയതായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആൾ പരിചയപ്പെട്ടു. ചന്ദ്രിക എന്നായിരുന്നു അവരുടെ പേര്. വളരെ ചാമിങ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു അവർ. അങ്ങനെ ആദ്യം ഇവർ ജസ്റ്റ് ഒരു കസ്റ്റമർ ആ ഒരു റേഞ്ചിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവർ തമ്മിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഇവർ ഫ്രണ്ട്സ് ആവുകയാണ്. അവസാനം ഇവർ രണ്ടുപേരും പ്രണയത്തിലെത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ആ ഒരു പ്രണയബന്ധം വിവാഹത്തിലെത്തുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ജീവിക്കുന്നുണ്ടായിരുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു കേട്ടോ അവർ നയിക്കുന്നുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ചെയ്യുക, അതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ ട്രിപ്പ് പോവുക, ഇതിൻ്റെ ഒക്കെ ഫോട്ടോസ് സോഷ്യൽ മീഡിയാസിലും മറ്റുമൊക്കെ പബ്ലിഷ് ചെയ്യാം. അതായത് പുറമേ നിന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാവ്, ഒരു ഹാപ്പി കപ്പിൾ, നല്ല പൈസ ഉണ്ട്, നല്ല ലാവിഷ് ലൈഫ് സ്റ്റൈലാണ്, അവരെ പോലൊക്കെ ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായത്. ആ സമയത്ത് അവിനാഷിൻ്റെ കൺസ്ട്രക്ഷൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രോഫിറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും അവരെ വലിയതായിട്ട് ബാധിച്ചില്ല. എന്നാൽ പൈസ സേവ് ചെയ്യണ ഒരു സ്വഭാവം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ വരികയാണ്, ചില അടികൾ കിട്ടുകയാണ്, അതേപോലെ തന്നെ കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണ്. സോ അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഇവർക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് അവരുടെ ലൈഫ് എത്തിയത്. അവർക്ക് മനസ്സിലായി പൈസ ഇല്ലാണ്ട് ഒതുങ്ങി ജീവിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്. ഈ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ തന്നെ അവർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളതായി ഇവരുടെ രണ്ടുപേരുടെയും ചിന്ത. അങ്ങനെയാണ് ഒരുപാടധികം സ്കീമുകളെ കുറിച്ചും കേട്ട് അവർ പഠിക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതും. കുറേ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതേപോലെ തന്നെ കാശ് ഇരട്ടിപ്പിക്കാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പല ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാനായിട്ട് തുടങ്ങി. അവർ ഒരു മണി ചെയിൻ പോലുള്ള പല പരിപാടികൾ തുടങ്ങുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലും, അവിടെ ഇതേപോലെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ വളരെ ലാവിഷ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും. അതേപോലെ തന്നെ അവരവിടെ വരുമ്പോൾ വില കൂടിയ കാറിലായിരിക്കും വരിക, അവരുടെ വീട് അത്രയും നല്ല വീടായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കാണിക്കും. അപ്പോൾ ആളുകൾക്ക് അവരെ പോലെ റിച്ച് ആകണം എന്നുള്ളൊരു ചിന്ത വരും. എന്നിട്ട് അത് മുതലാക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ അടിക്കും, പൈസ ഡബിൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവും. ഇങ്ങനെ ആ ഒരു സ്കീം അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇവരുടെ വലയിൽ പോലീസുകാർ വരെ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ 23,
2023 ഇവരുടെ മേലെ കേസ് കൊടുക്കുകയായിരുന്നു. ഝാൻസി UP-ലെ ഒരു സ്റ്റേഷനിലായിരുന്നു കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഈ ഒരു അവിനാഷ്, ആളുടെ വൈഫായിട്ടുള്ള ചന്ദ്രിക, പിന്നെ ഈ ചന്ദ്രികയുടെ ബ്രദർ ഉണ്ടായിരുന്നു സൂരജ് എന്ന് പറഞ്ഞായിട്ട്, ഇവരുടെ പാർട്ട്ണറായിരുന്നു. ഇവരുടെ ഈ ഒരു തട്ടിപ്പിനൊക്കെ കൂട്ടുനിന്നിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യാണ്. അവരെ 3 പേരും അങ്ങനെ ജയിലിലോട്ട് പോവുകയും ചെയ്തു. കുറച്ച് നാൾ അവർ ജയിലിൽ കിടന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങിയപ്പോൾ ഇനി ഒരു സ്കീമുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പെടും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. സോ ഇതല്ലാതെ വേറെ ഏത് സ്കീമിലൂടെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായി അവരുടെ ചിന്ത. അങ്ങനെയാണ് ചന്ദ്രികയുടെ തലയിൽ ആ ഒരു ഐഡിയ കത്തുന്നത്. ഫൈനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത, വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഐഡിയ. അവിനാഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ വെൽ ബിൽഡ് ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ആവറേജിനെക്കാട്ടിലും കൂടുതൽ അത്യാവശ്യം ലുക്കൊക്കെ ഉള്ള ഒരാളാണ്. സോ ആളെ ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ ട്രാപ്പിലാക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു ചന്ദ്രികയ്ക്ക് ഉണ്ടായത്. പിന്നെ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് ഡിവോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ വൾണറബിൾ ആയിരിക്കും. സോ അവരുടെ ആ ഒരു വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരുടെ കയ്യിൽ നിന്നും കാശ് അടിക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. പിന്നെ ഈ കാശ് അവർ തിരിച്ച് ചോദിക്കുകയും ചെയ്യരുത്, അതേപോലെ തന്നെ കേസും കൊടുക്കാനായിട്ട് പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ വേണം. സോ ഇവരിതേപോലെ തന്നെ എന്തെങ്കിലും ഡ്രഗൊക്കെ കൊടുത്ത് മയക്കിയിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരത് പുറത്ത് പറയില്ലല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലോട്ട് അവരെത്തിയത്. യെസ്, വേറൊരു തരത്തിലുള്ളൊരു ഹണി ട്രാപ്പ് തന്നെയായിരുന്നു അത്. ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഫേക്ക് ആയിട്ടുള്ള ആധാറും കാര്യങ്ങളൊക്കെ എടുത്തു. അതേപോലെ തന്നെ വലിയൊരു വീടൊക്കെ വാടക എടുക്കുകയാണ്. പിന്നെ ഈ ഒരു അവിനാഷിൻ്റെ പേരിൽ മാട്രിമോണി സൈറ്റ്സിലും മറ്റുമൊക്കെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നിട്ട് അവർ സ്ത്രീകളെ മാർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതിനുശേഷം അവർ ആളുകളെ ഫിൽട്ടർ ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്ക് പറ്റിക്കാൻ പറ്റുന്ന ആളുകളെ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ തുടങ്ങി. അതിൽ പെട്ട ആളുകളാണ് ഈ ഒരു അതിഥിയും അതേപോലെ തന്നെ കാജളും. ഇവർ രണ്ടുപേരുമാണ് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായത്. വേറെയും ഒരുപാടധികം സ്ത്രീകൾ ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അവർ കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായില്ല. മാനമാണ് വലുത് എന്ന് കരുതിക്കൊണ്ട് അവർ മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. പിന്നെ ആളുടെ വീട്ടിൽ ആളുടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാവാറുണ്ടായിരുന്നല്ലോ. അമ്മയെ കാണാനായിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായത്. ഈ ഒരു അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചന്ദ്രിക എന്ന് പറയുന്ന ആളുടെ വൈഫ് തന്നെയായിരുന്നു. യെസ്, ആ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ വിഗൊക്കെ വെച്ച് കറക്റ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെറിയ ചുളിവൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയുടെ രീതിയിൽ അഭിനയിക്കുമായിരുന്നു. നല്ലൊരു ആക്ട്രസ് ആയിരുന്നു അവരെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ വരുന്ന സ്ത്രീകൾക്കൊന്നും അത്ര വലിയ രീതിയിൽ സംശയമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ത്രീ ആയിരുന്നു ഇതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും ഉണ്ടായത്. യെസ്, തൻ്റെ സ്വന്തം ഹസ്ബൻഡ് വേറെ സ്ത്രീകളുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറുന്നത് അവരായിരുന്നു വീഡിയോ എടുത്ത് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 8ഓളം കേസുകൾ ഇവർക്കെതിരെ വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ഈ ഒരു കേസിൽ പോലീസിന് അവിനാഷിനെ മാത്രമേ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ കേട്ടോ. ചന്ദ്രിക ആ ഒരു സമയമായപ്പോഴത്തേനും എസ്കേപ്പായി. അവർ ഒളിവിലാണ്. അവരെവിടെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഈ ഒരു കേസിനെ ചുറ്റി പറ്റിയിട്ടുള്ള കുറച്ച് ഷോക്കിംഗ് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അവിനാഷിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 50-60 സ്ത്രീകളുടെ ഡാറ്റാസ് പോലീസിന് കിട്ടിയെന്നുള്ളതാണ്. ഇതൊക്കെ ഇതേപോലുള്ള മാട്രിമോണി സൈറ്റിൽ നിന്നും എടുത്ത സ്ത്രീകളുടെ ഡാറ്റാസ് ആയിരുന്നു. ഇത്രയും സ്ത്രീകളുമായിട്ട് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും ട്രാപ്പ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു കാജലോ അതിഥിയും മാത്രമല്ല വേറെ സ്ത്രീകൾ പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ മാനം ഭയന്ന് കേസ് കൊടുക്കാത്തതാണ്. പിന്നെ ആ ഒരു വീട്ടിൽ എന്താ പറയുക, ഒരു ഫ്രോഡ് പരിപാടി നടത്താനുള്ള കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെൻസും പരിപാടികളൊക്കെ. ഒരു റൂമിലോട്ട് ആ സ്ത്രീകളൊക്കെ അയാൾ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ റൂമിൽ പല ആംഗിളിൽ ഹിഡൻ ക്യാമറാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഹിഡൻ ക്യാമറാസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവരെ റെക്കോർഡ് ചെയ്തതിന് പോരാത്തതിനാണ് ആ ഒരു സ്ത്രീ മൊബൈൽ ഫോണിൽ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ആ ഒരു എന്താ പറയുക ആക്റ്റിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായത്. പിന്നെ ഈ ഒരു അവിനാഷും ചന്ദ്രികയും ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റാബേസ് ഉണ്ടാക്കും. അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് അവരുടെ വീക്ക്നെസ്, എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരുന്നു ഓരോ സ്ത്രീകളുടെ അടുത്തും അവർ അപ്രോച്ച് ചെയ്തിരുന്നത്. അതായത്
കറക്റ്റായിട്ട് സൈക്കോളജിക്കലി എങ്ങനെയൊക്കെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അവരെ എവിടെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കൊള്ളും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു ഓരോരുത്തരെയും അവർ പിൻ പോയിന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളും അത്യാവശ്യം എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളും ഇവർക്കൊന്നും തന്നെ അവരിതിൻ്റെ ഉള്ളിൽ നിന്നും അവർ ഇത്രയും ഫ്രോഡാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചില്ല. അതേപോലെ തന്നെ എസ്കേപ്പ് ആവാനും സാധിക്കാഞ്ഞതിൻ്റെ ഒരു റീസൺ അതായിരുന്നു. സൈക്കോളജിക്കലി ആയിരുന്നു ഇവർ കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ട് അവരെ പറ്റിച്ച് ഇതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നതും അതേപോലെ പൈസ അടിച്ച് മാറ്റിയിരുന്നതും. പിന്നെ ഈ കേസിൽ അവിനാശിൻ്റെ വൈഫായിട്ടുള്ള ചന്ദ്രിക ഉണ്ടല്ലോ, അവരിതുവരെ പോലീസിന് പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ അത്യാവശ്യം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. മധ്യപ്രദേശിലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലത്തെ അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അവർ പല വലിയ വലിയ ആളുകളുമായിട്ട് നിൽക്കുന്നതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയാസിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതായിട്ടും അതേപോലെ തന്നെ ആ ഒരു ഫോട്ടോസും മറ്റും വെച്ചിങ്ങായിട്ട് കുറേ ആളുകളെ എനിക്കിങ്ങനെ കണക്ഷൻ ഉണ്ട്, നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെടും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയതായിട്ടും റിപ്പോർട്ടുകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിനാശും ചന്ദ്രികയും അവിടെ വരുന്ന സ്ത്രീകൾക്ക് ജ്യൂസിൽ ഉറക്ക ഗുളിയൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ജസ്റ്റ് സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നില്ല, ഒരു മെമ്മറി ലോസും കൂടെയും വരുന്നൊരു തരത്തിലുള്ള ഒരു പില്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ആ ഒരു സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ അത്തരത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അവിടെ വന്ന് ആ ഒരു ട്രാപ്പിൽ പെട്ട സ്ത്രീകൾ തങ്ങൾക്കിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വരെ മനസ്സിലാക്കാതിരുന്നത്. പിന്നെ ഇയാൾ വിളിച്ചുകൊണ്ട് പോയ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സാധാരണ ഒരു വീടൊന്നും ആയിരുന്നില്ല, ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വലിയൊരു ബംഗ്ലാവായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് മാസം 1 ലക്ഷത്തോളം രൂപയായിരുന്നു ആ ഒരു വീടിൻ്റെ വാടക എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ഇതേപോലെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആൾ റിച്ച് ആണെന്നുള്ളത് ഈ സ്ത്രീകൾ വിശ്വസിക്കും. അങ്ങനെയായിരുന്നു ആളെ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷറി കാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആളുടെ വീട്ടിൽ വില കൂടിയ നായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ വെച്ചിങ്ങായിട്ട് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ റിച്ച് ആയിട്ടുള്ളൊരു ബിസിനസ് മാൻ അല്ല എന്ന് പറയില്ല. സോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓക്കെ ഇയാൾ കോടീശ്വരനാണ്, അപ്പോൾ കുറച്ച് കാശിന് ഇപ്പോൾ ടൈറ്റ് ഉണ്ട്, അപ്പോൾ ഒന്ന് മറിക്കാനായിട്ട് കുറച്ച് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ സെറ്റാവും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഈ സ്ത്രീകളെല്ലാം തന്നെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് പോലീസുകാർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത്തരത്തിൽ പറ്റിക്കാൻ പറ്റുന്ന എല്ലാവരെയും പറ്റിച്ചിട്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോട്ട് എസ്കേപ്പ് ആവാന്നുള്ളതായിരുന്നു ചന്ദ്രികയുടെയും അവിനാശിൻ്റെയും പ്ലാൻ. സോ പോലീസ് ഇവരുടെ പിന്നാലെ പോകാനായിട്ട് കുറച്ചും കൂടെ വൈകിയിരുന്നെങ്കിൽ ഈ അവിനാശും ചന്ദ്രികയും എസ്കേപ്പ് ആയിട്ടുണ്ടായാനെ. ഈ ഒരു കേസിൽ ഈ ചന്ദ്രികയുടെ ഐഡിയ ആണിത് മുഴുവൻ എന്നുള്ളൊരു രീതിയിലായിരുന്നു അവിനാശ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ ജയിലിലാണ്. മറ്റേ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇത് ഇത്തിരി ഒരു റയർ ആയിട്ടുള്ളൊരു കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു കേസിനെ കുറിച്ചും കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞ കാജൽ അതേപോലെ തന്നെ അതിഥി എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഫേക്ക് ആയിട്ടുള്ള പേരുകളാണ് കേട്ടോ. വിക്ടിംസിൻ്റെ യഥാർത്ഥ പേരുകളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള നെയിംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.